നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേച്ചേരി ബാറിൽ മദ്യപിക്കാൻ എത്തിയവർ തമ്മിൽ ചേരിതിരിഞ്ഞുള്ള സംഘർഷത്തിൽ 2 പേർക്ക് വെട്ടേറ്റു. മദ്യലഹരിയിൽ വാഹനമോടിച്ച് സൈക്കിൾ യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തി മരണത്തിനിടയായ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. ചാലക്കുടി നഗരസഭ ടൗൺഹാൾ ബിൽഡിംഗിൽ ടാപ്പ് മോഷണം. വാഷ് ബേസിന്റെ 10 ടാപ്പുകളാണ് മോഷ്ടിച്ചിരിക്കുന്നത്. കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ യുവാവിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ശ്രീനാരായണപുരം ശാന്തിപുരത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്നയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. പറപ്പൂക്കര ഫൊറോന തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ മെയ് 14, 15, 16 തീയതികളിൽ ആഘോഷിക്കും. കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSRTC സ്റ്റാൻഡിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കെട്ടിട നിർമ്മാണം പൂർത്തിയായ ആയുഷ് ഇന്റഗ്രേറ്റഡ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. വിശദമായ വാർത്തയിലേക്ക്. കേച്ചേരി ബാറിൽ മദ്യപിക്കാൻ എത്തിയവർ തമ്മിലുള്ള ചേരിതിരിഞ്ഞുള്ള സംഘർഷത്തിൽ 2 പേർക്ക് വെട്ടേറ്റു. സംഭവത്തിൽ 4 പേരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെട്ടുകാട് സ്വദേശി ചൂണ്ടപ്പുരയ്ക്കൽ വീട്ടിൽ സൂരജ്, കേച്ചേരിക്കടവിൽ വീട്ടിൽ ഷിജു എന്നിവർക്കാണ് കഴിഞ്ഞ ദിവസം വെട്ടേറ്റത്. ഇന്നലെ വൈകിട്ട് കേച്ചേരി കല്ലട ബാറിൽ മദ്യപിക്കുന്നതിനിടെ ഇരു കൂട്ടരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും അത് സംഘർഷത്തിന് കാരണമാവുകയുമായിരുന്നു. ബൈക്കിലുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ചാണ് പ്രതികൾ ഇരുവരെയും വെട്ടിയതെന്നും പറയുന്നു. മദ്യലഹരിയിൽ സൈക്കിൾ യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തി മരണത്തിനിടയായ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. മദ്യലഹരിയിൽ ഇന്നോവ കാർ ഓടിച്ച് ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിക്ക് സമീപത്ത് വെച്ച് സൈക്കിൾ ചവിട്ടി പോവുകയായിരുന്ന ചാലക്കുടി കൂടപ്പുഴ സ്വദേശി പടിയൂക്കാരൻ വീട്ടിൽ ജോണി എന്നയാളുടെ സൈക്കിളിന്റെ പുറകിലിടിച്ച് ജോണി മരണപ്പെട്ട കേസിലാണ് 3 മുറി ചൂളക്കൽ വീട്ടിൽ അമൽദേവിനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. അമൽദേവ് കൊടകര പോലീസ് സ്റ്റേഷനിൽ 2021 ഒരു അടിപിടി കേസിലും ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരു തട്ടിപ്പു കേസിലും പ്രതിയാണ്. ചാലക്കുടി പോലീസ് ഇൻസ്പെക്ടർ സജീവ് MK, സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ്, സിജുമോൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബൈജു, ബിനു, സിവിൽ പോലീസ് ഓഫീസർ രതീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ചാലക്കുടി നഗരസഭ ടൗൺഹാൾ ബിൽഡിംഗിൽ ടാപ്പ് മോഷണം. വാഷ് ബേസിന്റെ 10 ടാപ്പുകളാണ് മോഷ്ടിച്ചിരിക്കുന്നത്. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെയാണ് മോഷണം നടന്നിട്ടുള്ളത്. ആരുമില്ലാത്ത സമയം നോക്കിയാണ് മോഷ്ടാവ് മോഷണം നടത്തിയിട്ടുള്ളത്. നഗരസഭയുടെ ടൗൺഹാൾ ബിൽഡിംഗിൽ സുരക്ഷയില്ലാത്തത് മൂലമാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. വേണ്ടത്ര സുരക്ഷയും സെക്യൂരിറ്റി ജീവനക്കാരോ അവധി ദിവസങ്ങളിൽ ഇല്ലാത്തത് മൂലം നിരന്തരം ഇത്തരം സംഭവങ്ങൾ ടൗൺഹാൾ ബിൽഡിംഗിൽ നടക്കുന്നുണ്ട്. പ്രവൃത്തി ദിവസങ്ങളിൽ സെക്യൂരിറ്റി ജീവനക്കാരെ വയ്ക്കുന്ന നഗരസഭ അവധി ദിവസങ്ങളിൽ സെക്യൂരിറ്റി ജീവനക്കാരെ നിർത്തുന്നില്ല. ഇതുമൂലമാണ് ഇത്തരം സംഭവങ്ങൾ ടൗൺഹാൾ ബിൽഡിംഗിൽ നടക്കുന്നത്. വേണ്ടത്ര വൃത്തിയോ സുരക്ഷയോ ഇല്ലാതെ കിടക്കുകയാണ് ടൗൺഹാൾ ബിൽഡിംഗ്. വാടക കൊടുത്ത് ഓഫീസുകൾ നടത്തുന്നവർ നിരന്തരം ഇതുമൂലം പരാതി പറയാറുണ്ട്. കറണ്ട് പോയാൽ ലിഫ്റ്റിൽ കുടുങ്ങുകയും സർക്കാർ ജീവനക്കാർ അവധിയുള്ളപ്പോൾ ലിഫ്റ്റ് പ്രവർത്തിക്കാത്തതും വാടക കൊടുത്തിട്ടും വേണ്ടത്ര വൃത്തിയും സുരക്ഷയും കിട്ടാതെ എന്തിനാണ് ഇത്തരം റൂമുകൾ ഇവിടെ പണിതിരിക്കുന്നത് എന്നാണ് ഒരു ഭാഗം ചോദിക്കുന്നത്. ഇതുമൂലം വാടകയ്ക്ക് റൂം എടുത്തവർ ഇവിടെ നിന്ന് ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. വാടകയാണെങ്കിൽ കൊല്ലം തോറും കൂട്ടുകയും അതിനുള്ള വൃത്തിയും സുരക്ഷയും ഇല്ലാതെയാണ് ടൗൺഹാൾ ബിൽഡിംഗ് പ്രവർത്തിക്കുന്നതെന്നും നിരവധി തവണ ഇവിടെയുള്ളവർ പറഞ്ഞിട്ടും നഗരസഭാ അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല. നഗരസഭയിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടവും കിടപ്പും നിർത്തിച്ച് മതിയായ സുരക്ഷ നഗരസഭ ഉറപ്പാക്കണം. കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ യുവാവിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടമുക്ക് എറമംഗലത്ത് നിസാറിന്റെ മകൻ നിഷാമാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ടാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
മാതാപിതാക്കളോടൊപ്പമാണ് കഴിഞ്ഞിരുന്നതെങ്കിലും ദിവസങ്ങളോളം മുറിയടച്ചിരിക്കുന്ന രീതി നിഷാമിനുണ്ടായിരുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ 2 ദിവസമായി ഇയാൾ മുറി തുറന്നിരുന്നില്ല. തിങ്കളാഴ്ച വൈകിട്ട് നിഷാമിന്റെ കിടപ്പുമുറിയിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് വീട്ടുകാർ വാതിൽ തുറന്നപ്പോഴാണ് ഇയാൾ കിടപ്പുമുറിയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഫോറൻസിക് വിദഗ്ധരും പോലീസും തെളിവെടുപ്പ് നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ശ്രീനാരായണപുരം ശാന്തിപുരത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്നയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. സിവിൽ എഞ്ചിനീയർ ആയിരുന്ന കാട്ടകത്ത് ചെറുളിപ്പറമ്പിൽ 68 വയസ്സുള്ള ജാഫറാണ് മരിച്ചത്. മൃതദേഹത്തിന് 3 ദിവസത്തോളം പഴക്കമുണ്ടെന്നാണ് സൂചന. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പറപ്പൂക്കര ഫൊറോന തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ മെയ് 14, 15, 16 തീയതികളിൽ ആഘോഷിക്കും. 14-ന് രാവിലെ യൂണിറ്റുകളിലേക്ക് പുറപ്പെടുന്ന അമ്പ് പ്രദക്ഷിണങ്ങൾ രാത്രിയിൽ പള്ളിയിൽ തിരിച്ചെത്തി സമാപിക്കും. 15-ന് വൈകിട്ട് ആന എഴുന്നള്ളിപ്പോടുകൂടി അമ്പ് പ്രദക്ഷിണങ്ങൾ പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് പ്രസിദ്ധമായ കൂടുതുറക്കൽ ചടങ്ങും പ്രദക്ഷിണവും നടക്കും. രാത്രിയിൽ പുണ്യാളന്റെ തിരുമുടി എഴുന്നള്ളിപ്പ് നടക്കും. തിരുനാൾ ദിനത്തിൽ നടക്കുന്ന ആഘോഷമായ പാട്ട് കുർബാനയ്ക്ക് ഫാദർ വിനിൽ കുരിശുതറ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഡയസ് ആന്റണി വലിയ മരത്തുങ്കൽ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് വിശുദ്ധ കുർബാന, തിരുനാൾ പ്രദക്ഷിണം എന്നിവ ഉണ്ടാകും. വൈകിട്ട് തിരുശേഷിപ്പ്, ആശീർവാദം, ബാൻഡ് വാദ്യാഘോഷം എന്നിവ നടക്കും. രാത്രിയിൽ വിശുദ്ധന്റെ തിരുസ്വരൂപം മദ്ഹബയിലെ രൂപക്കൂട്ടിൽ പ്രതിഷ്ഠിക്കും. 23-ന് 8-ാം ഇടവും ഊട്ടുതിരുനാളും ആഘോഷിക്കും. വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ, സഹവികാരി ഫാദർ ആൽബിൻ പുതുശ്ശേരി, ജനറൽ കൺവീനർ സൈമൺ ജോൺ പുതുപ്പുള്ളിപ്പറമ്പിൽ, സെക്രട്ടറി റെജിൻ പാലത്തിങ്കൽ, ട്രസ്റ്റി ജോസ് തട്ല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSRTC സ്റ്റാൻഡിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. KSRTC സ്റ്റാൻഡിനു മുൻപിൽ സർവീസ് റോഡിനോട് ചേർന്ന് ബസ് ബേയും വെയിറ്റിംഗ് ഷെഡും നിർമ്മിക്കുക, യാത്രക്കാരുടെയും വാഹനങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പുതുക്കാട് KSRTC സ്റ്റാൻഡിനു മുൻപിൽ പ്രതിഷേധ ധർണ നടത്തിയത്. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റ് രാജു തടിയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ജെയിംസ് പറപ്പുള്ളി, KJ ജോജു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ആറ്റുപുറം എന്നിവർ സംസാരിച്ചു. കെട്ടിട നിർമ്മാണം പൂർത്തിയായ ആയുഷ് ഇന്റഗ്രേറ്റഡ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. കേന്ദ്ര ആയുഷ് വകുപ്പിന്റെ കീഴിൽ 9 കോടി രൂപ ചെലവിൽ 4 നിലകളിലായി നിർമ്മാണം പൂർത്തിയായ ആയുഷ് ആശുപത്രിയുടെ ആദ്യഘട്ട പ്രവർത്തനമാണ് ഇപ്പോൾ ആരംഭിക്കുക. താഴത്തെ നിലയിൽ OP വിഭാഗവും പഞ്ചകർമ്മയും ഫിസിയോതെറാപ്പിയും നേത്രചികിത്സാ സ്പെഷ്യാലിറ്റിയും ലാബ് സൗകര്യവും ഉൾപ്പെടെയുള്ള ചികിത്സകളാണ് തുടങ്ങുക. നേത്രവിഭാഗത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലായ ഇവിടെ 2 നേത്രരോഗ വിദഗ്ധരും 1 ജനറൽ വിഭാഗം ഡോക്ടറുമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. നിലവിലുള്ള ആയുർവേദ ഡിസ്പെൻസറിയുടെ പ്രവർത്തനവും ജനറൽ വിഭാഗം ഡോക്ടറുടെ സേവനവും ഇവിടേക്ക് മാറ്റും. മറ്റ് അനുബന്ധ ജീവനക്കാരെ താൽക്കാലികമായി നിയമിക്കും. ഫിസിയോതെറാപ്പി, ലാബ്, ഒപ്റ്റോമെട്രി, പഞ്ചകർമ്മ എന്നിവയ്ക്കാവശ്യമായ ഉപകരണങ്ങൾ ആയുഷ് വകുപ്പിൽ നിന്നും ലഭ്യമാക്കും. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ജീവനക്കാരെ നിയമിച്ചതിന് ശേഷവും ആവശ്യമായ ആശുപത്രി ഉപകരണങ്ങൾ ലഭ്യമായതിനു ശേഷവുമാണ് ആരംഭിക്കുക. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 15 രൂപ കൂടി ഗ്രാമിന് 8765 രൂപ, പവന് 70,120 രൂപ.
ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേച്ചേരി ബാറിൽ മദ്യപിക്കാൻ എത്തിയവർ തമ്മിൽ ചേരിതിരിഞ്ഞുള്ള സംഘർഷത്തിൽ 2 പേർക്ക് വെട്ടേറ്റു. മദ്യലഹരിയിൽ വാഹനമോടിച്ച് സൈക്കിൾ യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തി മരണത്തിനിടയായ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. ചാലക്കുടി നഗരസഭ ടൗൺഹാൾ ബിൽഡിംഗിൽ ടാപ്പ് മോഷണം. വാഷ് ബേസിന്റെ 10 ടാപ്പുകളാണ് മോഷ്ടിച്ചിരിക്കുന്നത്. കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ യുവാവിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ശ്രീനാരായണപുരം ശാന്തിപുരത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്നയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. പറപ്പൂക്കര ഫൊറോന തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ മെയ് 14, 15, 16 തീയതികളിൽ ആഘോഷിക്കും. കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSRTC സ്റ്റാൻഡിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കെട്ടിട നിർമ്മാണം പൂർത്തിയായ ആയുഷ് ഇന്റഗ്രേറ്റഡ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.